തിരുവനന്തപുരത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും കൊച്ചി തുറമുഖവും നമുക്ക് സാധ്യമാക്കിയ ഒരാൾ. തിരുവിതാംകൂറിൽ ആദ്യമായി വൈദ്യുതിയും ടെലിഫോണും കൊണ്ടുവന്ന ആ വ്യക്തി. 1924 മഹാപ്രളയകാലത്തും വൈക്കം സത്യാഗ്രഹ സമയത്തും നാടിനെ സുധീരം നയിച്ച ആ ധീരവനിത. ഞാൻ സംസാരിക്കുന്നത് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ പൂരാണം തിരുനാൾ സേതുലക്ഷ്മിബായി മഹാറാണിയെപ്പറ്റി. ശ്രീപത്മനാഭ സേവിനി, വഞ്ചിധർമ്മവർദ്ധിനി, രാജരാജേശ്വരി, മഹാറാണി പൂരാണം തിരുനാൾ സേതുലക്ഷ്മിബായി ആറ്റിങ്ങൽ മൂത്ത തമ്പുരാനിൽ നിന്നും ബാംഗ്ലൂരിലെ ഒരു പൊതു ശ്മശാനത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ മിസസ് സേതുലക്ഷ്മി വർമ്മയായി മരണപ്പെട്ട കേരളത്തിന്റെ ധീരവനിത. മലയാളി ഒരിക്കലും മറക്കരുതാത്ത സേതുലക്ഷ്മിബായി തമ്പുരാട്ടി. കേരള ചരിത്രത്തെ ഇത്രമേൽ സ്വാധീനിച്ച അവർ വിസ്മൃതിയിൽ ആണ്ടുപോയതെങ്ങനെ? അവർ സ്നേഹിച്ച നഗരത്തിൽ, അവർ പടുത്തുയർത്തിയ നഗരത്തിൽ അവർക്കു വേണ്ടി ഒരു സ്മാരകം പോലും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഭരണമികവിന്റെ സുവർണകാലങ്ങളും കൊട്ടാര ഉപചാപങ്ങളുടെ പിരിമുറുക്കവും അധികാര വടംവലിയിൽ മനന്നൊന്നുള്ള പടിയിറക്കവും കൊണ്ട് സംഭവബഹുലമായ സേതുലക്ഷ്മിബായി മഹാറാണിയുടെ കഥ വീണ്ടും ചർച്ചയാകുന്നത് 2016 മനു എസ് പിള്ള അദ്ദേഹത്തിന്റെ 6 വർഷത്തെ ഗവേഷണാനന്തരം പ്രസിദ്ധീകരിച്ച ഐവറി ത്രോൺ ദന്തസിംഹാസനം എന്ന പുസ്തകത്തിലൂടെയാണ്. അത്രമേൽ സംഭവബഹുലമാണ് അവരുടെ ജീവചരിത്രം. തിരുവിതാംകൂർ മഹാറാണി എന്ന് പറയുന്നത് രാജാവിന്റെ ഭാര്യയല്ല, മറിച്ച് രാജാവിന്റെ സഹോദരിയാണ്. അതായത് തിരുവിതാംകൂറിലെയും കേരളത്തിലെ മറ്റ് രാജവംശങ്ങളുടെയും പിന്തുടർച്ച അവകാശം രാജാവിൽ നിന്ന് അദ്ദേഹത്തിന്റെ മക്കളിലേക്കല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മക്കളിലേക്കാണ് കൈമാറുന്നത്. രാജാവും അദ്ദേഹത്തിന്റെ സഹോദരിമാരും മക്കളും മാത്രമാണ് രാജകുടുംബാംഗങ്ങൾ. അതായത് രാജവംശം മുൻപോട്ട് പോകുന്നത് രാജാവ് വഴിയല്ല, മറിച്ച് മഹാറാണിമാർ വഴിയാണ്. 1885 ഓഗസ്റ്റ് 4 ശ്രീമൂലം തിരുനാൾ മഹാരാജാവായി സ്ഥാനമേറ്റപ്പോൾ അദ്ദേഹത്തിന് സഹോദരിമാർ ആരും ഉണ്ടായിരുന്നില്ല. തിരുവിതാംകൂർ രാജവംശം മുൻപോട്ട് കൊണ്ടുപോകുവാൻ സ്ത്രീ സന്താനങ്ങൾ ഇല്ലാതെ വരുമ്പോൾ തിരുവിതാംകൂർ രാജവംശ തായ്വഴിയിലുള്ള മാവേലിക്കര രാജവംശത്തിൽ നിന്നും പെൺകുട്ടികളെ അനന്തരാവകാശികളായി തിരഞ്ഞെടുക്കുന്ന രീതിയുണ്ട്. ഇന്ത്യൻ കലാലോകത്തെ അതികായൻ ശ്രീ രാജാ രവിവർമ്മയും അദ്ദേഹത്തിന്റെ ഭാര്യ മഹാപ്രഭയും മാവേലിക്കര രാജവംശത്തിൽ ആയിരുന്നു. ശ്രീ രാജാ രവിവർമ്മയ്ക്കും മഹാപ്രഭയ്ക്കും 2 പെൺമക്കളായിരുന്നു ഉള്ളത്. മഹാപ്രഭ എന്ന് തന്നെ പേരുള്ള മൂത്തയാളും കൊച്ചുകുഞ്ഞി എന്ന് വിളിക്കുന്ന ഭഗീരഥയും. അതീവ സുന്ദരിയായിരുന്ന മൂത്ത മകൾ മഹാപ്രഭയായിരുന്നു അച്ഛൻ രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ഹിയർ കംസ് പാപ്പ എന്ന ചിത്രത്തിലെ മോഡൽ. രാജവംശം മുൻപോട്ട് കൊണ്ടുപോകുവാൻ മാവേലിക്കര ശാഖയിലെ മഹാപ്രഭയും ഭഗീരഥയും തിരുവിതാംകൂർ കുടുംബത്തിലേക്ക് തിരഞ്ഞെടുത്തു. മഹാപ്രഭയും ഭഗീരഥയും വിവാഹിതരായിരുന്നത് കൊണ്ട് അവരിലുണ്ടാകുന്ന പെൺകുഞ്ഞുങ്ങളെ തിരുവിതാംകൂർ കുടുംബത്തിലേക്ക് ദത്തെടുക്കുവാൻ തീരുമാനമായി. അന്നത്തെ തിരുവിതാംകൂർ സീനിയർ റാണി മഹാപ്രഭയും കൊച്ചുകുഞ്ഞിയെയും കൂട്ടി രാമേശ്വരത്തേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി. മഹാറാണിയും രാജാ രവിവർമ്മയുടെ 2 പുത്രിമാരും സ്ത്രീ സന്താന ലബ്ധിക്കായി സേതുസ്നാനവും രാമേശ്വര ക്ഷേത്ര ദർശനവും നടത്തി. അങ്ങനെ 1895 നവംബർ 19 മഹാപ്രഭ തേജസുറ്റ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. രാമസേതു തീർത്ഥയാത്രയുടെ അനുഗ്രഹമായി ലഭിച്ച കുഞ്ഞിന് സേതുലക്ഷ്മി എന്ന പേര് നൽകി. സീനിയർ റാണിയുടെ സന്തോഷം ഇരട്ടിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് 1 വർഷം തികഞ്ഞപ്പോൾ കൊച്ചുകുഞ്ഞിയും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. രാമസേതുവിനെ സ്മരിച്ചുകൊണ്ട് ആ പെൺകുഞ്ഞിന് സേതു പാർവതി എന്ന പേര് നൽകി. അങ്ങനെ 1899 ഓഗസ്റ്റ് 31 മഹാപ്രഭയുടെയും കൊച്ചുകുഞ്ഞിയുടെയും മക്കൾ സേതുലക്ഷ്മിയായും സേതു പാർവതിയായും തിരുവിതാംകൂർ രാജവംശത്തിലെ അനന്തരാവകാശികളായി ദത്തെടുക്കപ്പെട്ടു. എന്നാൽ അധികം വൈകാതെ 1901 സീനിയർ റാണി നാട് നീങ്ങിയപ്പോൾ 6 വയസ്സ് മാത്രമുള്ള സേതുലക്ഷ്മിബായി തിരുവിതാംകൂറിന്റെ സീനിയർ റാണിയായി മാറുന്നു. അങ്ങനെ 1901 ജൂൺ 27 ആ ചെറിയ പെൺകുട്ടി പൂരാണം തിരുനാൾ സേതുലക്ഷ്മിബായി ആറ്റിങ്ങൽ മൂത്ത തമ്പുരാനായി തിരുവിതാംകൂറിന്റെ സീനിയർ മഹാറാണിയായി അവരോധിക്കപ്പെടുന്നു. മൂലം തിരുനാൾ സേതു പാർവതിബായി ആറ്റിങ്ങൽ ഇളയ തമ്പുരാനും ജൂനിയർ റാണിയും ആകുന്നു. രാജ രവിവർമ്മയുടെ മക്കൾ തമ്മിലുണ്ടായിരുന്ന
പിണക്കങ്ങളും മത്സരബുദ്ധിയും അവരുടെ മക്കളിലേക്കും പടരുന്ന കാഴ്ചയാണ് പിന്നീട് നടന്നത്. സുന്ദരിയും പ്രസിദ്ധയുമായ മഹാപ്രഭയും അവരുടെ സഹോദരി കൊച്ചുകുഞ്ഞിയും തങ്ങളുടെ മക്കളിലൂടെ രാജാധികാരം ലഭിക്കുവാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. ബ്രിട്ടീഷ് അധികാരത്തിന് കീഴിലുള്ള തിരുവിതാംകൂർ രാജ്യത്തെ കൊട്ടാര ഉൾപ്പോരുകൾ അന്നത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കൃത്യമായി റെക്കോർഡ് ചെയ്യുകയും മുറ പോലെ വിശദമായ കത്തുകളിലൂടെ ലണ്ടനിലെ അവരുടെ മേലധികാരികളെ അറിയിക്കുകയും ചെയ്തിരുന്നു. ബ്രിട്ടീഷ് ആർക്കൈവുകളിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന ആ ഡോക്യുമെന്റുകളിൽ നിന്നുമാണ് മനു എസ് പിള്ള തന്റെ പുസ്തകത്തിന് ആധാരമായ കൊട്ടാര അകത്തള രഹസ്യങ്ങൾ വീണ്ടെടുക്കുന്നത്. കൊട്ടാര ഉപചാപങ്ങളിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക മമത ഇല്ലാഞ്ഞതിനാൽ തന്നെ ഈ റെക്കോർഡുകൾ ഏറെക്കുറെ നിഷ്പക്ഷമായിരുന്നു. അങ്ങനെ 12-ാം വയസ്സിൽ സീനിയർ റാണി സേതു ലക്ഷ്മിബായി വിവാഹിതയാകുന്നു. 1906 മെയ് മാസത്തിൽ പാരമ്പര്യമനുസരിച്ച് പരപ്പനാട് രാജവംശത്തിലെ രവിവർമ്മയുമായുള്ള പള്ളിക്കെട്ട് നടത്തപ്പെട്ടു. അധികം വൈകാതെ തന്നെ ജൂനിയർ റാണി സേതു പാർവതിബായിയും വിവാഹിതയാകുന്നു. അന്ന് രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചപ്പോഴും രാജസ്ഥാനം ഏറ്റെടുക്കുവാൻ അനന്തരാവകാശികൾ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഒരു പുത്രന് ജന്മം നൽകി അടുത്ത രാജാവിനെ രാജ്യത്തിന് നൽകുവാൻ ഇരു റാണിമാരുടെ മേലും സമ്മർദ്ദം ഏറി വന്നു. ആരാണ് ആദ്യം ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുക എന്നത് ഇരു റാണിമാരും തമ്മിലുള്ള മത്സരബുദ്ധി വർദ്ധിപ്പിച്ചു. എന്നാൽ പൂജകൾക്കും വഴിപാടുകൾക്കും മറുപടി എന്നോണം 1909 സേതു ലക്ഷ്മിബായി ഗർഭിണിയാകുന്നു. എന്നാൽ 8-ാം മാസത്തിൽ ആ ഗർഭസ്ഥ ശിശുവിനെ അവർക്ക് നഷ്ടമാകുന്നു. അതൊരു ആൺകുഞ്ഞായിരുന്നു. ഈ സംഭവം വലിയ ദുഃഖവും മാനസിക സംഘർഷവും സീനിയർ റാണി സേതു ലക്ഷ്മിബായിക്ക് സമ്മാനിക്കുന്നു. സീനിയർ റാണിയും അമ്മ മഹാപ്രഭയും ജൂനിയർ റാണിയും അമ്മ കൊച്ചുകുഞ്ഞിയും തമ്മിൽ സ്വതവേ ഉണ്ടായിരുന്ന അകൽച്ചകൾക്ക് ആക്കം കൂട്ടുന്ന സംഭവങ്ങളായിരുന്നു ഇവയെല്ലാം. സേതുലക്ഷ്മി തമ്പുരാൻ ലക്ഷണമൊത്തൊരു തിരുമേനി എന്ന് കൊട്ടാരത്തിൽ നിറഞ്ഞു നിന്ന സംസാരങ്ങൾ ഇരു റാണിമാരും തമ്മിലുള്ള അകൽച്ചകൾക്ക് ബലമേകിയിരിക്കാം. സേതുലക്ഷ്മിബായിക്കെതിരെ പരസ്യമായി എന്തെങ്കിലും ചെയ്തതായി അറിവില്ലെങ്കിലും ആഭിചാര ക്രിയകളും മറ്റും കൊച്ചുകുഞ്ഞി ചെയ്തതായി ബ്രിട്ടീഷ് റെപ്രസെന്റേറ്റീവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചുകുഞ്ഞിയുടെ ഇത്തരത്തിലുള്ള മോശ സ്വാധീനം കണക്കിലെടുത്ത് ബ്രിട്ടീഷ് അധികാരികൾ കൊച്ചുകുഞ്ഞിയെ കൊട്ടാരത്തിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്നും 1920 അവസാനത്തിൽ വിലക്കുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചുകുഞ്ഞിയെയും ജൂനിയർ റാണിയെയും പറ്റിയുള്ള സംശയങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സീനിയർ റാണി സേതു ലക്ഷ്മിബായിയുടെ തുടരെയുള്ള 2 ഗർഭധാരണങ്ങൾ കൂടി അലസുന്നു. സീനിയർ റാണിയുടെ പക്ഷത്തിന്റെ ആശങ്കകളെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് 1912 നവംബർ 7 ജൂനിയർ റാണി സേതു പാർവതിബായി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു, ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. എന്നാൽ മത്സരവും പുത്രദുഃഖവും മറന്ന് രാജകുടുംബത്തിലെ മുതിർന്ന സ്ത്രീ എന്ന നിലയിൽ തന്റെ കടമ നിറവേറ്റി ചിത്ര തിരുനാളിന് പൊന്നും തേനും വയമ്പും നൽകി ലോകത്തിലേക്ക് സ്വീകരിച്ചതും സേതു ലക്ഷ്മിബായി തന്നെയാണ്. 1923 ഡിസംബർ 30 തിരുവിതാംകൂർ കുടുംബത്തിന്റെ സ്ത്രീ അനന്തരാവകാശിയായി ഉത്രം തിരുനാൾ ലളിതാംബായിക്ക് സീനിയർ റാണി ജന്മം നൽകി. 1924 ഓഗസ്റ്റ് 7 39 വർഷത്തെ തന്റെ സുദീർഘ ഭരണം അവസാനിപ്പിച്ച് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് നാട് നീങ്ങുന്നു. കേവലം 11 വയസ്സ് മാത്രമുള്ള ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് ഉടനെ രാജഭരണം ഏറ്റെടുക്കാനാകില്ല എന്നതിനാൽ തിരുവിതാംകൂറിന്റെയും കേരള രാജവംശങ്ങളുടെയും മരുമക്കത്തായ പാരമ്പര്യമനുസരിച്ച് രാജകുടുംബത്തിലെ ഏറ്റവും സീനിയർ വ്യക്തി എന്ന നിലയിൽ രാജാധികാരി അഥവാ റീജന്റായി ഭരണമേൽക്കുന്നതിന് ആറ്റിങ്ങൽ മൂത്ത തമ്പുരാൻ സേതു ലക്ഷ്മിബായിക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് അനുവാദം നൽകുന്നു. മരുമക്കത്തായ രീതി പിൻപറ്റുന്ന രാജകുടുംബത്തിന് റീജന്റ് ഭരണം ആവശ്യമായി വന്നാൽ ഇന്ത്യയിലെ മറ്റ് നാട്ടുരാജ്യങ്ങളിലെ പോലെ രാജാവിന്റെ അമ്മയ്ക്കല്ല, മറിച്ച് രാജകുടുംബത്തിലെ സീനിയർ സ്ത്രീയംഗത്തിനാണ് റീജന്റ് പദവി നൽകേണ്ടത് എന്ന് ശ്രീമൂലം തിരുനാൾ മരണത്തിന് മുന്നേ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തിയത് അനുസരിച്ചായിരുന്നു ആ തീരുമാനം. അങ്ങനെ 1924 മഹാറാണി പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായി തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായി അധികാരമേൽക്കുന്നു. സുഖശീതളമായ സാഹചര്യങ്ങളിലല്ല മഹാറാണി രാജഭാരം ഏറ്റെടുക്കുന്നത്. 99 വെള്ളപ്പൊക്കമെന്ന് പഴമക്കാർ പറയുന്ന 1924 വെള്ളപ്പൊക്കത്തിൽ മുങ്ങി നിൽക്കുന്ന തിരുവിതാംകൂറിന്റെ റാണിയായിട്ടാണ് സേതു ലക്ഷ്മിബായി അധികാരമേൽക്കുന്നത്. ആചാരപ്രകാരം 12 ദിവസം ആചരിക്കേണ്ട ദുഃഖാചരണങ്ങൾ വരെ മാറ്റിവെച്ച് അധികാരമേറ്റ 1-ാം നാൾ മുതൽ മഹാറാണി കർമ്മോത്സുകയാവുകയായിരുന്നു. അത്രയും കാലം കൊട്ടാരത്തിനുള്ളിൽ സംരക്ഷിത ജീവിതം നയിച്ച മഹാറാണി 29-ാം വയസ്സിൽ തന്റെ മുൻപിലെ ഈ ഭയാനകമായ ഭാരിച്ച ചുമതലയുടെ മുൻപിൽ ആദ്യം പതറിയെങ്കിലും സ്വതസിദ്ധമായ ബുദ്ധിവൈഭവവും അധ്വാനശീലവും കൊണ്ട്
പ്രതിബന്ധങ്ങളെ മറികടന്നു. മഹാപ്രളയത്തിനു ശേഷം മറ്റൊരു പ്രതിസന്ധി കൂടി അധികാരമേറ്റ ഉടൻ മഹാറാണി നേരിട്ടു: വൈക്കം സത്യാഗ്രഹം. കേരള നവോത്ഥാനത്തിലെ നാഴികക്കല്ലായി മാറിയ വൈക്കം സത്യാഗ്രഹം പക്ഷേ മഹാറാണിയുടെ ജീവിതത്തിലെ കടുപ്പമേറിയ കാലഘട്ടമായിരുന്നു. ജാതി വ്യവസ്ഥയ്ക്ക് എതിരായ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകി ആ വലിയ വിപ്ലവത്തിന്റെ ഭാഗമാകണോ, അതോ അസംഖ്യങ്ങളായ തന്റെ യാഥാസ്ഥിക പ്രജകളുടെ ഒപ്പം നിന്ന് നിലവിലുള്ള ചട്ടങ്ങൾ തുടരണമോ എന്നുള്ള ബുദ്ധിമുട്ടേറിയ പ്രതിസന്ധിയിൽ നിന്ന് മഹാറാണിയെ കാണുവാൻ സാക്ഷാൽ മഹാത്മാഗാന്ധി വരെ തിരുവിതാംകൂറിലെത്തി. ഇരുവശവും കേട്ട മഹാറാണി ശക്തമായിരുന്ന യാഥാസ്ഥിക പക്ഷം നിലനിൽക്കുമ്പോൾ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. ക്ഷേത്രത്തിലേക്കുള്ള 4-3 റോഡുകളും എല്ലാ ജാതി വിഭാഗങ്ങൾക്കായും തുറന്നുകൊടുത്ത് സമരാനുകൂലികളെ സമാശ്വസിപ്പിക്കുകയും പൂർണ്ണ ക്ഷേത്രപ്രവേശനം അനുവദിക്കുന്നത് നീട്ടിവെക്കുന്നതിലൂടെ യാഥാസ്ഥിക പക്ഷത്തെയും സംയമനപ്പെടുത്തിയ ഭരണ നൈപുണ്യമാണ് മഹാറാണി പ്രകടമാക്കിയത്. ലാളിത്യത്തിന്റെയും സൗമ്യഗംഭീര ബൗദ്ധികതയുടെയും പ്രതീകമായിട്ടാണ് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗാന്ധിജി അവരെ വർണ്ണിക്കുന്നത്. ഇന്ത്യയിലെയും ലോകം മുഴുവനുമുള്ള എല്ലാ രാജകുടുംബങ്ങൾക്കും ഉദാത്ത മാതൃകയാണ് തിരുവിതാംകൂറിന്റെ ഈ റാണി എന്ന് ഗാന്ധിജി അവരെ വാഴ്ത്തിപ്പാടി. തിരുവിതാംകൂറിന്റെ വലിയ വികസന കാലങ്ങളാണ് പിന്നീട് കണ്ടത്. 1924 ഏകദേശം 30 ലക്ഷം രൂപ റോഡുകൾക്കായി ചിലവാക്കിയപ്പോൾ 1930 ആയപ്പോഴേക്കും അത് 62 ലക്ഷം രൂപയായി വർദ്ധിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലേക്ക് റെയിൽവേ എത്തുകയും ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പടുത്തുയർത്തുകയും ചെയ്തു. ടെലിഫോണും ടെലിഗ്രാഫ് സൗകര്യങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു. 1929 ഫെബ്രുവരിയിൽ തിരുവനന്തപുരം വൈദ്യുതവൽക്കരിക്കപ്പെടുന്നു. മെഡിക്കൽ സംവിധാനങ്ങളും അതിവേഗം പുരോഗമിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന പണത്തിന്റെ അളവ് കൂടുന്നു. സാക്ഷരതാ നിരക്ക് നാടകീയമായി ഉയരുന്നു. സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് ജാതിമത ഭേദമന്യേ തൊഴിൽ നേടുവാൻ അവസരമൊരുക്കുന്നു. PSC സ്ഥാപനത്തിന്റെ തുടക്കം മഹാറാണിയുടെ കാലത്താണ്. ഇത്തരം ഭരണ നേട്ടത്തിലൂടെ മഹാറാണിയുടെ ഭരണ പ്രാവീണ്യം സുപ്രസിദ്ധമാകുന്നു. 1929 തിരുവിതാംകൂർ സന്ദർശിച്ച വൈസ്രോയി ഇർവിൻ പറഞ്ഞത് 5 വർഷത്തെ മഹാറാണിയുടെ ഭരണകാലം തിരുവിതാംകൂറിന്റെ അഭൂതപൂർവമായ വളർച്ചയുടെ കാലമാണെന്ന് നിസ്സംശയം പറയാമെന്നാണ്. വരാനുള്ള നാളുകൾ മഹാറാണിയുടെ ഭരണകാലത്തെ സുവർണ ലിപികളിൽ എഴുതി വയ്ക്കുമെന്ന് വാഴ്ത്തിയത് സാക്ഷാൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യരും. എന്നാൽ ജൂനിയർ റാണിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പൊരുത്തക്കേടുകളും സീനിയർ റാണിയുടെ ഭർത്താവ് വലിയ കോയിൽ തമ്പുരാനുമായുള്ള ജൂനിയർ റാണിയുടെ വൈരാഗ്യവും കൊട്ടാര അകത്തളങ്ങളെ പ്രശ്നകലുഷിതമാക്കുന്നു. മുന്നേ നിശ്ചയിച്ചിരുന്ന റീജൻസി കാലാവധി 1 വർഷം വെട്ടിച്ചുരുക്കുവാൻ ജൂനിയർ റാണിയുടെ പക്ഷത്തു നിന്ന് തീവ്ര ശ്രമങ്ങൾ ഉണ്ടാകുന്നു. മഹാരാജാവ് ചിത്തിര തിരുനാളിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന രീതിയിലുള്ള തെളിവില്ലാത്ത ആരോപണങ്ങൾ ജൂനിയർ റാണിയുടെ പക്ഷത്തു നിന്നും ഉണ്ടാകുന്നു. സീനിയർ റാണിയോടുള്ള പകപോക്കൽ എന്ന വണ്ണം മുൻ നിശ്ചയിച്ചിരുന്ന സമയത്തിന് മുൻപേ തന്നെ സേതുലക്ഷ്മിബായിയുടെ റീജൻസി കാലം വെട്ടിച്ചുരുക്കി ശ്രീ ചിത്തിര തിരുനാൾ രാജാവായി സ്ഥാനമേൽക്കുന്നു. കഠിനാധ്വാനത്തോടും ത്യാഗമനസ്സോടും ജനനന്മ മാത്രം മനസ്സിൽ കണ്ട് അത്യുജ്വല ഭരണം കാഴ്ചവെച്ച മഹാറാണിക്ക് പ്രതിഫലമായി ലഭിച്ചത് അപമാനകരമായ ഈ അധികാരഭ്രംശം മാത്രമാണ്. റീജൻസി അവസാനിപ്പിച്ച് തന്റെ മകനിലൂടെ അധികാരം ലഭിച്ചുവെങ്കിലും ജൂനിയർ റാണി സേതു പാർവതിബായിക്ക് സീനിയർ റാണിയോടുള്ള വൈരാഗ്യത്തിന് ഒരു കുറവും വന്നില്ല എന്ന് തോന്നിപ്പിക്കും വിധമുള്ള പ്രവർത്തികളാണ് ജൂനിയർ റാണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വെള്ളായനിയിലെ കൊട്ടാരത്തിലേക്ക് മാറി സ്വസ്ഥമായ വിശ്രമജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ച മഹാറാണിക്ക് പക്ഷേ സ്വസ്ഥമായ വിശ്രമജീവിതം അവിടെ ലഭിക്കുന്നില്ല. ആറ്റിങ്ങൽ മൂത്ത തമ്പുരാൻ എന്ന നിലയിലും തിരുവിതാംകൂർ കുടുംബത്തിലെ സീനിയർ സ്ത്രീ അംഗം എന്ന നിലയിലും സീനിയർ റാണിയുടെ അധികാരത്തിന് കീഴിലുള്ള രാജകുടുംബത്തിലെ സ്വത്തുവകകളെ ശ്രീപാദം എന്നാണ് വിളിച്ചിരുന്നത്. ശ്രീപാദത്തിന്മേലുള്ള മഹാറാണിയുടെ സാമ്പ്രദായിക അവകാശങ്ങളെ ചോദ്യം ചെയ്ത് മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നും നീക്കങ്ങൾ ഉണ്ടാകുന്നു. നൂറ്റാണ്ടുകളായി രാജകുടുംബത്തിലെ തലമുതിർന്ന സ്ത്രീയുടെ അവകാശമായിരുന്ന ശ്രീപാദം സ്വത്തുക്കൾ മഹാറാണിക്ക് നഷ്ടമായി. കൊട്ടാരത്തിൽ നിന്ന് റാണിക്ക് ലഭിച്ചിരുന്ന അലവൻസ് തുകയിലും വെട്ടിച്ചുരുക്കൽ നടത്തി. ഈ അവകാശങ്ങൾ എടുത്തു മാറ്റപ്പെടുന്നത് വേദനാജനകവും അപമാനകരവുമായി മഹാറാണി മനസ്സിലാക്കി. ഈ അവസരത്തിൽ സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ മൂത്ത മകളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. എന്നാൽ മഹാരാജാവിനെ നേരിൽ കണ്ട് സേതുലക്ഷ്മിബായി അനുവാദം വാങ്ങും വരെ ഈ വിവാഹത്തിന് കൊട്ടാരത്തിൽ നിന്നും സമ്മതം നിരസിച്ചതായും ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെ ചെറുതും വലുതുമായി നിരന്തര അപമാനങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്നും നേരിടുന്നതിൽ സേതുലക്ഷ്മിബായി അതീവ ദുഃഖിതയായി. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ
ബ്രിട്ടീഷ് റെസിഡന്റ് ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. ഇതേസമയം ലീഗൽ അഡ്വൈസറും ദിവാനുമായി ജൂനിയർ റാണി നിയമിച്ച സർ സി പിക്കെതിരെ ജനരോഷം ഉയരുന്നു. 1946 ഒക്ടോബറിലെ പുന്നപ്ര വയലാർ കൂട്ടക്കൊല ഉൾപ്പെടെ സർ സി പി ഭരണത്തിനെതിരെ തിരുവിതാംകൂറിൽ അസംതൃപ്തികൾ ഏറി വന്നു. പുതിയ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ സർ സി പിയുടെ പ്രഭാവത്തിന് മുന്നിൽ അശക്തനായ ഒരു നേതാവായി അനുഭവപ്പെട്ടു. അങ്ങനെ പുന്നപ്ര വയലാർ കൂട്ടക്കൊലയ്ക്ക് ശേഷം അധികം വൈകാതെ 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. കൊച്ചിയും തിരുവിതാംകൂറും പോലെയുള്ള നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ചേരണോ വേണ്ടയോ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയം ശ്രീ ചിത്തിര തിരുനാളും സർ സി പിയെ നയിക്കുന്ന തിരുവിതാംകൂർ ഇന്ത്യയിൽ ലയിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് ആദ്യം കൈക്കൊണ്ടതെങ്കിലും നെഹ്റുവിന്റെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും നേതൃത്വത്തിലുള്ള ശ്രമങ്ങളുടെ ഫലമായി തിരുവിതാംകൂർ ഇന്ത്യയിൽ ലയിക്കുന്നു. അങ്ങനെ തിരുവിതാംകൂർ രാജഭരണം അവസാനിക്കുകയും രാജാവും രാജവംശവും നാമമാത്രമായി ചുരുങ്ങുകയും ചെയ്തു. തിരുവിതാംകൂർ ഭരണത്തിൽ നിന്നും ആദ്യമേ തന്നെ മാറ്റപ്പെട്ട സീനിയർ റാണി കുടുംബവും ഇന്ത്യ ലയനത്തിനു ശേഷം കൊട്ടാരത്തിനുള്ളിൽ കൂടുതൽ ഒറ്റപ്പെട്ടു. ശ്രീപാദ വരുമാനങ്ങൾ രാജാവ് വെട്ടിച്ചുരുക്കിയതിന് പുറമെ ഇന്ത്യ ലയനത്തിനു ശേഷം പഴയ നാട്ടുരാജാക്കന്മാർക്ക് നൽകി വരുന്ന അലവൻസ് ചുരുക്കി മാത്രമേ സീനിയർ റാണിക്ക് ലഭിച്ചിരുന്നുള്ളൂ. രാജവംശത്തിലെ കാരണവർ ആയിരുന്നതുകൊണ്ട് ഈ ചുരുങ്ങിയ വരുമാനത്തിലും പഴയ സമ്പ്രദായങ്ങളും ജീവിതശൈലിയും തുടരുവാൻ മഹാറാണി നിർബന്ധിതയായി. കാഞ്ചനക്കൂടും തടവറയാകും പോലെ തിരുവനന്തപുരം സാറ്റിൽമെന്റ് കൊട്ടാരം മാറി. രാജകുടുംബത്തിൽ നിന്നുള്ള അപമാനങ്ങൾ ഏറ്റുവാങ്ങിയുള്ള ജീവിതം അർത്ഥശൂന്യമായി കണ്ട് സീനിയർ റാണിയുടെ മക്കൾ തിരുവനന്തപുരം വിട്ട് ബാംഗ്ലൂരിൽ പുതിയ ജീവിതം ആരംഭിച്ചു. എന്നാൽ കൊട്ടാരത്തിൽ തനിച്ചായ സീനിയർ റാണിക്കും വലിയ കോയിൽ തമ്പുരാനും വീണ്ടും കൊട്ടാരത്തിൽ നിന്നും പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടേയിരുന്നു. ജൂനിയർ റാണിയുടെയും രാജാവിന്റെയും അവഗണന കൂടാതെ സീനിയർ റാണിയുടെ തന്നെ സ്റ്റാഫുകൾ പോലും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. കൊട്ടാരത്തിലെ ജോലിക്കാർ യൂണിയൻ ഉണ്ടാക്കുകയും പണിമുടക്കുകയും ചെയ്തു. അവർ ആവശ്യപ്പെടുന്ന വേതനം നൽകുവാൻ വേണ്ടത്ര പണം രാജാവിൽ നിന്ന് ലഭിച്ചിരുന്നുമില്ല. അങ്ങനെ ജോലിക്കാർ ആഴ്ചയിൽ 2 ദിവസം മാത്രം ജോലി ചെയ്യുന്ന അവസ്ഥയെത്തി. 1957 ഒരു ദിവസം രാവിലെ ഉറക്കമണീറ്റ മഹാറാണി കണ്ടത് സാറ്റിൽമെന്റ് കൊട്ടാരത്തിലെ തിരുവിതാംകൂർ പതാക താഴ്ത്തി അവിടെ ഒരു ചുവന്ന അരിവാൾ ചുറ്റിക പതാക പാറി നടക്കുന്നതാണ്. ഏറെ നാളായി ചെയ്യേണ്ടി വരുമെന്ന് മനസ്സിൽ കരുതിയിരുന്നത് ചെയ്യുവാൻ സമയമായി എന്ന് മഹാറാണി തിരിച്ചറിഞ്ഞു. 1957 ഒക്ടോബറിൽ തനിക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമെടുത്ത് കൊട്ടാരത്തിന്റെ പടിയിറങ്ങി സേതുലക്ഷ്മിബായി. അവർ സഞ്ചരിച്ച കാർ ആദ്യം ചെന്നെത്തിയത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായിരുന്നു. നിത്യവും കാണിക്കയിടുന്ന ആ കാണിക്ക വഞ്ചിയിൽ അവസാനമായി കാണിക്കയിട്ട് ശ്രീ പത്മനാഭ സേവിനിയായ റാണി ശ്രീ പത്മനാഭനോട് അവസാനമായി യാത്ര പറഞ്ഞു. പിന്നീട് കാർ അവർ തന്നെ പണി കഴിപ്പിച്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലെത്തി. പെട്ടികൾ കയറ്റി അവസാനമായി റാണിയും തീവണ്ടിയിൽ കയറി. ചൂളം വിളിച്ച് തീവണ്ടി യാത്ര തുടങ്ങിയപ്പോൾ ജനാലയിലൂടെ താൻ ഭരിച്ച നാട് അവസാനമായി റാണി കണ്ടിരിക്കണം. വാദ്യമേളങ്ങളും 21 ഗൺ സല്യൂട്ടും ഒന്നുമില്ലാതെ നിശബ്ദമായൊരു യാത്ര. അവസാനമായി തിരുവിതാംകൂറിന്റെ മണ്ണ് വിട്ട് തീവണ്ടി നീങ്ങിയപ്പോൾ മഹാറാണിയുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണീർ തുടച്ച് ഒരു പുസ്തകമെടുത്ത് വായിച്ച് മൗനമായി അവർ യാത്ര തുടർന്നു. ബാംഗ്ലൂരിലെ റിച്ച്മണ്ട് റോഡിലെ വീട്ടിലായിരുന്നു ആ യാത്ര അവസാനിച്ചത്. പേരക്കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന, നാമം ജപിക്കുന്ന, വാത്സല്യമുള്ള ഒരു അമ്മൂമ്മയായി മാറി തിരുവിതാംകൂറിന്റെ അവസാനത്തെ അധികാരമുണ്ടായിരുന്ന മഹാറാണി. ചരിത്രം മറ്റൊന്നായിരുന്നെങ്കിൽ തിരുവിതാംകൂറിന്റെ അനന്തരാവകാശിയാകേണ്ടിയിരുന്ന തന്റെ മൂത്ത കൊച്ചുമകൾ രുക്മിണിയോട് പ്രായം ഏറി വന്നൊരു സന്ധ്യയിൽ മഹാറാണി പറഞ്ഞു, "Once I had a kingdom, but that's gone. Then I thought settlement was mine, but that is gone. Then I thought this house was mine, but now I can only say this room is mine." 1985 ഫെബ്രുവരിയിൽ 90-ാം വയസ്സിൽ മഹാറാണി സേതുലക്ഷ്മിബായി തമ്പുരാൻ നാട് നീങ്ങി. ബാംഗ്ലൂരിലെ വിൽസൺ ഗാർഡൻ ഇലക്ട്രിക് ശ്മശാനത്തിൽ ദഹിപ്പിച്ച് അവരുടെ റെക്കോർഡ് ബുക്കിൽ രേഖപ്പെടുത്തി മിസസ് സേതുലക്ഷ്മി വർമ്മ 22 ഫെബ്രുവരി 1985. കേരള ചരിത്രത്തെ മാറ്റിമറിച്ചുവെങ്കിലും മലയാളികളുടെ മനസ്സിൽ നിന്നും മറവിയുടെ ലോകത്തേക്ക് മാഞ്ഞുപോയ സേതുലക്ഷ്മിബായി തമ്പുരാന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. വി വെർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗുഡ് ബൈ.